കുറേ പേരായി ആസാമിലെത്തിയിട്ട് ആസാം വിശേഷം എന്താ, എങ്ങനെയുണ്ട് ആസാം, അവിടുത്തെ ആൾക്കാരെങ്ങനെ, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരായി ചോദിക്കുന്നു. അപ്പം ആസാമിലെത്തിയിട്ട് എന്താ, നമ്മളിപ്പോൾ ആസാമിലെ ഗുവാഹട്ടിയിൽ ബോർജ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അവിടുത്തെ എയർഫോഴ്സ് സ്റ്റേഷൻ മൗണ്ടെയിൻ ഷാഡോസ്, അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തിനെ പറയാം. ഈ മൗണ്ടെയിൻ ഷാഡോസ് എന്ന് വെച്ചാൽ നല്ല വ്യൂ ആ, ചുറ്റിലും മൗണ്ടെയിൻസാണ്, അതിൻ്റെ ആ ഭംഗിയുണ്ട്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇതിനെ മൗണ്ടെയിൻ ഷാഡോസ് എന്ന് പറയുന്നുണ്ടാവുക. ഇത് ഏകദേശം ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ എയർപോർട്ടിൽ നിന്ന്, പെട്ടെന്ന് എത്തും. ഹൈവേ തന്നെയാണ് നമ്മുടെ ഈ മൗണ്ടെയിൻ ഷാഡോസ്. പിന്നെ ആസാമിലിപ്പം നല്ല ചൂടാണ്, പിന്നെ മഴയുണ്ട്. മഴ പെയ്യുമ്പം തണുപ്പുണ്ടാവും, പിന്നെയും വീണ്ടും ചൂട് തന്നെ. ആദ്യ ദിവസം ഇവിടെ എത്തിയപ്പോൾ തന്നെ അടുക്കളയിൽ സിങ്കിൽ ഫുൾ വെള്ളം ലീക്ക്, അടുക്കള മൊത്തം വെള്ളപ്പൊക്കത്തിൽ. അങ്ങനെ നമ്മൾ പ്ലംബറേയും കാത്ത് ഇങ്ങനെ ഇരിക്കലായി. അപ്പോൾ അത് രാവിലെ 10:30 ആയപ്പോൾ ഒരു കോളുണ്ട്. ഞാനും കൃതിയും മാത്രമേ വീട്ടിലുള്ളൂ. ഞാൻ ഓടിപ്പോയി വാതിൽ തുറന്നപ്പോഴാ ചില്ലി ചിക്കനും ഗോബി മഞ്ചൂരിയും ഒക്കെ ഉണ്ടാക്കാറില്ലേ, അതിൽ ചൈനക്കാരെ പോലത്തെ ആൾക്കാർ, അവരെ പോലത്തെ ഒരു ഭയ്യ, നല്ല സൂപ്പറായിട്ട് പാൻ മസാലേൻ്റെ മണം. അയാളാണെങ്കിൽ തല മുട്ട് വരെ കൊണ്ടിട്ട് ഗുഡ് മോർണിംഗ് ജി എന്ന ശബ്ദത്തിലൊരു പറച്ചിലായിരുന്നു. പറഞ്ഞത് കേട്ടത് കൃതി വഞ്ചിരി. അയാളാണ് കൃതിൻ്റെ ചിരിൻ്റെ ഫാൻ. പിന്നീടാണെങ്കിൽ ഭയ്യ കൃതിനെ ചിരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയൊക്കെയോ ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ടേയിരുന്നു. ഇയാൾ എന്തിനാ വന്നതെന്ന് ഭയ്യ പറഞ്ഞതുമില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ഭയ്യ പാനി 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 എന്ന് പറയാൻ തുടങ്ങി. അപ്പം എനിക്ക് തോന്നി ഇയാൾ നമ്മുടെ പ്ലംബർ തന്നെയായിരിക്കും. പിന്നെ എനിക്ക് ഹിന്ദിയിൽ PhD ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഇയാൾ സംസാരിക്കുന്നത് ഹിന്ദിയാണോ ആസാമിയാണോ എന്ന് മനസ്സിലാകാത്ത അവസ്ഥ. ഞാൻ വേഗം അയാൾക്ക് നമ്മളെ കിച്ചൺ കാണിച്ചു കൊടുത്തു. അയാൾ ഉള്ളിൽ കിച്ചണിൽ ചെന്ന് എന്തൊക്കെയൊക്കെയോ തട്ടുന്നേയും മുട്ടുന്നേയൊക്കെ ശബ്ദം കേട്ട് ലാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാണ്. എന്നോട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു വീണ്ടും. എന്നിട്ട് പറഞ്ഞ് അബി ആവൂന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. തിരിഞ്ഞും മറിഞ്ഞും കൃതിക്ക് ഹായും ബായും ഒക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് ഇറങ്ങി നമ്മുടെ സിറ്റ് ഔട്ടിലെത്തിയപ്പോഴത്തേനും അയാൾ പുറത്ത് വലിയൊരു മാവ് നിറച്ച് മാങ്ങയുണ്ട്, മാവും കാണിച്ച് പിന്നെയും സംസാരിച്ച് തുടങ്ങി. മാവിൽ നല്ല മാങ്ങ, അച്ച കച്ച ബഹുത്തി ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഹാ ഹാ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ ഹാ ഹാ സംഗതി കാളി. അയാളതാ ഓടി മരത്തിലേക്ക് അങ്ങ് കയറി. ഭഗവാനെ, എൻ്റെ ഹിന്ദി കഴിച്ച് എൻ്റെ നെഞ്ച് കത്താൻ തുടങ്ങി. മാവ് പിടിക്കുന്ന പോലുമില്ല. ഒരു കൊമ്പ് അടുത്ത കൊമ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസിന് വേണ്ടി മാത്രം പിടിക്കുന്നു. 2 കൈയും വിട്ടിട്ട് മാങ്ങ പറിക്കുന്നു. മാങ്ങ പറിച്ച് അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു സഞ്ചി എടുക്കുന്നു, അതിൽ നിറയ്ക്കുന്നു. അങ്ങനെ 2 വലിയ സഞ്ചി നിറച്ച് മാങ്ങയും നിറച്ച് അയാൾ ഇറങ്ങുന്ന കൂടിയില്ല. ഞാനാണെങ്കിൽ മലയാളത്തിൽ വീഴലേ വീഴലേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് താഴേന്ന്. പിന്നെ ആകെയുള്ളൊരു സമാധാനം കുറച്ച് മാങ്ങ കിട്ടുമല്ലോ എന്ന്. പിന്നെ ഇയാൾ വീണ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ടാണെങ്കിൽ നെഞ്ച് കത്താൻ തുടങ്ങി. ഏകദേശം 15 മിനിറ്റ് 2 വലിയ കവർ നിറച്ച് മാങ്ങയും പിടിച്ച് അയാൾ താഴേക്ക് കൂളായി ഇറങ്ങി വരുന്നു. 2 പാക്കറ്റ് മാങ്ങ വാങ്ങി എനിക്ക് വേണ്ട, നിങ്ങളെടുത്ത് 1 പാക്കറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഹിന്ദി ഞാൻ കഷ്ടിച്ച് മനസ്സിലിങ്ങനെ പഠിച്ച് വെച്ച് കൈ നിറയെ മാങ്ങ കിട്ടിയ സന്തോഷത്തിൽ നമ്മളെ ഭയ്യ ഹാ മാഡം എന്ന് വിളിച്ച് ഓടി എൻ്റെയും കൃതിക്ക് നേരെ. എൻ്റെ ജപ ഹിന്ദി പറയാൻ ഞാനങ്ങ് തുടങ്ങാൻ ശ്രമിക്കവേ കയ്യിലെ 5 മാങ്ങ എണ്ണിപ്പെറുക്കി അയാളെൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു. നല്ല 1.5 ശശിയായി ഞാൻ. സിങ്കിൻ്റെ ലീക്കും ശരിയാക്കിയില്ല, കയ്യിലിരുന്ന് മാങ്ങയും നഷ്ടമായി. 2 നിറയെ കവർ നിറച്ച് മാങ്ങയായി. വയ്യ സ്ഥലം കാര്യമായി. ഇനിയും ഇങ്ങനെ എത്ര ശശികലയാകും എന്നറിയില്ല. ഇതാണ് എൻ്റെ ശശികല നമ്പർ 1. അപ്പോൾ ശരി, കുറച്ച് തിരക്കുണ്ട്. അടുത്ത ശശിയാവുന്ന വിശേഷവുമായി വീണ്ടും വരാം. ബായ്.